ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലൊന്ന് പോകണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വൈകുന്നേരം 7 മണിക്ക് യാത്ര പുറപ്പെട്ട് അതിരാവിലെ 5 മണിയായപ്പോഴേക്കും തിരുനെല്ലിയിലെത്തി. റൂമിൽ പോയി ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം 6:30 ആയപ്പോഴേക്കും തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി. സാധാരണയായി പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. എന്നാൽ ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നതിനാൽ അവിടെ വരുന്ന ഭക്തരിൽ മിക്കവരും ഈ ക്ഷേത്രത്തിലും ദർശനത്തിനെത്തുന്നുണ്ട്. അതുകൊണ്ടിവിടെ നല്ല തിരക്കാണ്. ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട് 1000 വർഷത്തോളം പഴക്കമുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. കാടിന് നടുവിലുള്ള ക്ഷേത്രമായതിനാൽ ഇവിടെ നിറയെ കുരങ്ങന്മാരെയും നമുക്ക് കാണുന്നുണ്ട്. ഇതാണ് പഞ്ചതീർത്ഥക്കുളം. പഞ്ചപാണ്ഡവർ നിർമ്മിച്ച കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പടിക്കെട്ടുകൾ ഇറങ്ങി കല്ല് പാകിയ വഴിയിലൂടെ പോയാൽ താഴെയായി പാപനാശിനിയിൽ എത്തിച്ചേരാം. പാപനാശിനിയിലാണ് പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്നതിന് ആളുകൾ എത്തിച്ചേരുന്നത്. പാപനാശിനിയിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. പാപനാശിനിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കരിങ്കല്ല് പാകിയ വഴിയിലൂടെ താഴോട്ട് പടികൾ ഇറങ്ങിച്ചെന്നാൽ ഗുണ്ടിക ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പടിക്കെട്ട് ഇറങ്ങി കുറച്ചു ദൂരം കല്ലുള്ള വഴിയിലൂടെ നടന്ന് കുറച്ചു ദൂരം എത്തുമ്പോൾ കല്ലുകൾ അട്ടിയായി നിരത്തി വെച്ച് ഒരു പരമശിവൻ്റെ ഒരു ഗുഹാക്ഷേത്രം കാണാം. അതാണ് ഗുണ്ടിക ശിവക്ഷേത്രം. ഇത് കരിങ്കൽ പാത്തിയാണ്. അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ചിറക്കൽ തമ്പുരാട്ടി പണി കഴിപ്പിച്ചു നൽകിയതാണ് ഈ കരിങ്കൽ പാത്തി. മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന വാസ്തുവിദ്യയുടെ വിസ്മയമാണ് തിരുനെല്ലി ക്ഷേത്രം. ഇത് അമ്പലത്തിന് താഴെയായിട്ടുള്ള വ്ളോഗർ സുഭാഷാണ് മുളയരി പായസം